ജോൺ സീന തൻ്റെ ലാസ്റ്റ് WWE മാച്ചിനെ പറ്റിയും ലാസ്റ്റ് WWE റണ്ണിനെ പറ്റിയും ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അത് എന്താണെന്ന് നോക്കാം. പിന്നെ ഫീൻഡ് ബ്രേവ് വൈറ്റ് റിട്ടേൺ ചെയ്തപ്പോൾ വൈറ്റ് റാബിറ്റിനെ വെച്ച് ഒരു സെഗ്മെന്റ് കാണിച്ചിരുന്നു. അതേ സെഗ്മെന്റ് വീണ്ടും കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. അതിനെപ്പറ്റി പറയാം. അതിനോടൊപ്പം റെസൽമേനിയയിൽ ചാമ്പ്യൻഷിപ്പ് എല്ലാം പോയ സെത്ത് റോളൻസും IC ചാമ്പ്യനായിരുന്ന ഗന്തറും എന്നാണ് WWE വരാൻ സാധ്യതയുള്ളത്. ഇതെല്ലാമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനു മുൻപായിട്ട് ഏപ്രിൽ 26-ാം തീയതി നടക്കുന്ന സ്മാക്ക് ഡൗൺ എപ്പിസോഡിലും ഏപ്രിൽ 29-ാം തീയതി നടക്കുന്ന റോ എപ്പിസോഡിലും WWE ഡ്രാഫ്റ്റ് നടത്താൻ പോകുന്നുണ്ട്. അപ്പോൾ അത് റോ എപ്പിസോഡ് കാണിച്ചപ്പോൾ തന്നെ ഇവർ ഒഫീഷ്യലായി പറഞ്ഞതാണ്. എന്നാലും ശ്രദ്ധിക്കാത്തവരുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോട്ടെ എന്ന് വെച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞത്. അപ്പോൾ ഇപ്രാവശ്യത്തെ ഡ്രാഫ്റ്റ് വളരെ വ്യത്യസ്തമായിട്ടാണ് നടത്താൻ പോകുന്നത്. ഇതിൽ NXT റെസ്ലേഴ്സിനെയും ഉൾപ്പെടുത്തിക്കൊണ്ട് നല്ല ത്രില്ലിംഗ് ആയിട്ട് കൊണ്ടുപോകാൻ WWEക്ക് ഒരു പ്ലാൻ ഉണ്ട് എന്നാണ് പറയുന്നത്. എന്തായാലും നോക്കാം. പിന്നെ ഇന്നലെ റോ എപ്പിസോഡ് ലൈവ് കണ്ട സമയത്ത് ഷെയ്മസിന്റെ ഒരു വീഡിയോ WWE കാണിച്ചിരുന്നു. അതായത് ഷെയ്മസ് വീണ്ടും റിട്ടേൺ ചെയ്യാൻ പോകുന്ന കാര്യത്തെ പറ്റിയാണ് അതിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഷെയ്മസ് എന്ന് വരും എന്ന് ചോദിക്കുകയാണെങ്കിൽ ഏപ്രിൽ മാസം 26-ാം തീയതി അല്ലെങ്കിൽ 29-ാം തീയതി നടക്കുന്ന ഡ്രാഫ്റ്റിൽ ഏതെങ്കിലും ഒരു എപ്പിസോഡിൽ ഷെയ്മസ് വരാൻ ചാൻസ് ഉണ്ട് എന്നാണ് ഇപ്പോൾ പറയുന്നത്. പിന്നെ മുൻപ് ചെയ്ത ആ ഒരു ടാഗ് ടീം സ്റ്റോറി ഒന്നുമല്ല, ഇപ്രാവശ്യം സിംഗിൾ പ്ലാൻ ആയിട്ടാണ് വരുന്നത്. കാരണം ടാഗ് ടീം എല്ലാം ഇപ്പോൾ പിരിഞ്ഞ് റിച്ച് ഹോളണ്ട് NXTയിലും പീറ്റ് ഡാൻ ടൈലർ ബീറ്റിന്റെ കൂടെ ടീമുമായിട്ട് ഇപ്പോൾ മുന്നോട്ട് പോവാണ്. അതുകൊണ്ട് ഷെയ്മസിന് സിംഗിൾ പ്ലാൻ ആയിരിക്കും കിട്ടാൻ ചാൻസ്. മിക്കതും ഷെയ്മസ് റോ ബ്രാൻഡിലേക്ക് ആയിരിക്കും വരാൻ ചാൻസ് ഉള്ളത്. കാരണം സ്മാക്ക് ഡൗൺ ബ്രാൻഡിനേക്കാൾ സെറ്റ് ആവുന്നത് ഷെയ്മസിന് റോ ബ്രാൻഡാണ്. സ്മാക്ക് ഡൗണിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. റെസൽമേനിയയിൽ ചാമ്പ്യൻഷിപ്പുകൾ തോറ്റ മുൻ വേൾഡ് ചാമ്പ്യൻ സെത്ത് റോളൻസും മുൻ IC ചാമ്പ്യൻ ഗന്തറും എപ്പോഴാണ് ഇനി വരാൻ സാധ്യതയുള്ളത് എന്ന് നോക്കാം. അപ്പോൾ ഇവർക്ക് രണ്ടു പേർക്കും ഒരു ലോങ് ലീവ് WWE കൊടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇതിൽ ഗന്തർ പെട്ടെന്ന് തന്നെ വരുന്നത് പോലെ കാണിച്ചാലും സെത്ത് റോളൻസ് മാക്സിമം 1-2 മാസം അല്ലെങ്കിൽ അതിനേക്കാൾ കൂടാൻ ചാൻസ് ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ സെത്ത് റോളൻസിന് ബാക്ക് ഇഞ്ചുറി ഉള്ളതായിട്ട് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. അത് ഇപ്പോഴൊന്നുമല്ല സംഭവിച്ചിട്ടുള്ളത്, ഒരുപാട് നാളായിട്ടുണ്ട്. ആ ഇഞ്ചുറി എല്ലാം വെച്ചാണ് സെത്ത് നമ്മളെ ഫൈറ്റ് എല്ലാം ചെയ്ത് എന്റർടൈൻമെന്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്, ഒരുപാട് വേദനയെല്ലാം അനുഭവിച്ച്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ചില ചികിത്സയും കാര്യങ്ങളൊക്കെ സെത്തിന് ഉണ്ടാകും. ശേഷം റെസ്റ്റ് എല്ലാം എടുത്ത് സെത്ത് ആ ഒരു ബാക്ക് ഇഞ്ചുറിയിൽ നിന്നും മാറിയതിന് ശേഷമായിരിക്കും വരാൻ സാധ്യതയുള്ളത് എന്നാണ് പറയുന്നത്. നമ്മൾക്കറിയാൻ സാധിക്കുന്നത് ആ ഇഞ്ചുറിക്ക് സർജറി വേണ്ടി വരില്ല എന്നാണ്. എന്തായാലും കുറച്ചും കൂടിയും കഴിയുമ്പോൾ ന്യൂസ് എല്ലാം കിട്ടും. അപ്പോൾ സെത്തിനെ പറ്റി കറക്റ്റായിട്ട് വീഡിയോ ചെയ്യാം. ഇപ്പോൾ സെത്ത് റോളൻസ് റെസ്റ്റിലാണ്. ഇനി 1-2 മാസം അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ എടുത്ത് സെത്ത് റോളൻസ് വരും. പിന്നെ സെത്ത് റോളൻസിനെ ഡ്രാഫ്റ്റിൽ WWE എന്തായാലും ഉൾപ്പെടുത്തും. അടുത്തത് ജോൺ സീന റെസൽമേനിയ 40-ൽ വന്നപ്പോൾ ആരും പ്രതീക്ഷിച്ചില്ല പിന്നീട് നടന്ന റോ എപ്പിസോഡിലും വരുമെന്ന്. അതിനുശേഷം സീന ഇനി എപ്പോഴാണ് WWE വരിക അല്ലെങ്കിൽ സീനയുടെ മാച്ച് എന്ന് കാണാം എന്നുള്ളതിന് പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണ്. അതായത് ഡിസംബർ മാസം വരേക്കും ജോൺ സീനയ്ക്ക് ഫുൾ ഷെഡ്യൂൾ ഉണ്ട് സിനിമ ഷൂട്ടിങ്ങിനായിട്ട്. അതുകൊണ്ട് WWE വരാൻ സാധിക്കില്ല. 2025 ജനുവരി മുതൽ റെസൽമേനിയ നടക്കുന്നത് വരെ ജോൺ സീന ഫുൾ ടൈം WWEയിൽ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അതായത് ഇതാണ് ജോൺ സീനയുടെ ലാസ്റ്റ് റണ്ണും. ഇതോടുകൂടി ജോൺ സീന ലാസ്റ്റ് മാച്ച് ചെയ്ത് WWEയിൽ നിന്നും റിട്ടയർ ചെയ്ത് പോകും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ റെസൽമേനിയ 41-ലായിരിക്കാം ജോൺ സീനയുടെ ലാസ്റ്റ് മാച്ച് വരിക. അപ്പോൾ ആരുടെ കൂടെ ആയിരിക്കും ഫൈനൽ മാച്ച് വരിക എന്ന് ചോദിച്ചാൽ ഇതും ഒരു 1 ഇയർ സ്റ്റോറി ആയിട്ട് പോകാൻ ചാൻസ് ഉണ്ട്. അതായത് സോളോ സിക്കാവനെ റെസൽമേനിയയിൽ ആറ്റിറ്റ്യൂഡ് അഡ്ജസ്റ്റ്മെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സീന. അതുകൊണ്ട് സോളോ സിക്കാവ തന്നെയായിരിക്കാം സീനയോടൊപ്പം ലാസ്റ്റ് മാച്ചും ചെയ്യാൻ പോകുന്നത് എന്നാണ് ഇപ്പോൾ പറയുന്നത്. എന്തായാലും നോക്കാം. അപ്പൊ സീനയുടെ ലാസ്റ്റ് റൺ 2025 ആണ്. പിന്നെ 17 ടൈം ചാമ്പ്യൻ ആകുമോ അതിനുള്ള ഉത്തരവും ഇപ്പോൾ വന്നിട്ടുണ്ട്. അതായത് സീന ഇങ്ങനെ പറഞ്ഞതിന് ശേഷം എല്ലാവർക്കും മനസ്സിലായി സീന ഇനി ചാമ്പ്യൻഷിപ്പ് റണ്ണൊന്നും ചെയ്യില്ല എന്ന്. ഇത് ഉറപ്പ് പറയാൻ സാധിക്കില്ല. കാരണം ജനുവരി 2025 തൊട്ട് ഏപ്രിൽ മാസം വരെ, അതായത് റെസൽമേനിയ വരെ സീന വർക്ക് ചെയ്യും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ചിലപ്പോൾ അതിൻ്റെ ഉള്ളിൽ ജോൺ സീനയെ 17 ടൈം ചാമ്പ്യൻ ആക്കാനൊക്കെ WWEക്ക് സാധിക്കും അവർ വിചാരിച്ചു കഴിഞ്ഞാൽ. ഇനി വൈറ്റ് റാബിറ്റിനെ പറ്റി പറയാം. ഫീൻഡ് ബ്രേവ് വൈറ്റ് WWE വിട്ട് പോയതിന് ശേഷം അല്ലെങ്കിൽ റിലീസ് ചെയ്തതിന് ശേഷം പിന്നീട് വൈറ്റ് റാബിറ്റ് സെഗ്മെന്റ് കൊണ്ടുവന്ന് ഒരുപാട് റോ സ്മാക്ക് ഡൗൺ എപ്പിസോഡിൽ ഗ്ലിച്ചും കൊണ്ടുവന്ന് ഫീൻഡ് ബ്രേവ് വൈറ്റ് റിട്ടേൺ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതേ സംഭവം തന്നെയാണ് WWE തിരിച്ചും ചെയ്യാൻ പോകുന്നത്. അതായത് റോ സ്മാക്ക് ഡൗൺ എല്ലാം നടക്കുമ്പോൾ ഇനി മുതൽ ഗ്ലിച്ച് സംഭവിക്കും. ഇന്നലെ റോ നടന്നപ്പോൾ ബ്രോൺസൺ റീഡിന്റെ ബാക്ക് സ്റ്റേജ് സെഗ്മെന്റിൽ ഗ്ലിച്ച് വന്നിരുന്നു.
അപ്പോൾ ഇതെല്ലാം ബോർഡാലസ് അഥവാ അങ്കിൾ ഹൗഡിയുടെ റിട്ടേണിന് വേണ്ടിയിട്ടാണ് ഇവർ ചെയ്യുന്നത്. ഇനി QR കോഡും വൈറ്റ് റാബിറ്റ് എല്ലാം വരാൻ ചാൻസ് ഉണ്ട്. അതിനുശേഷം ബ്രേവ് വൈറ്റിന് എങ്ങനെയാണോ പ്ലാൻ എല്ലാം വെച്ചത് അതേപോലെ തന്നെ അങ്കിൾ ഹൗഡിയെ മുന്നോട്ട് കൊണ്ടുപോകും. ബ്രേവ് വൈറ്റിന് ചെയ്യാൻ സാധിക്കാത്തത് അങ്കിൾ ഹൗഡി അഥവാ ബോർഡാലസിന് കൊടുക്കും എന്നാണ് നമ്മൾക്ക് അറിയാൻ സാധിച്ചത്. അതായത് ഫീൽഡ് ചെയ്യാനിരുന്ന എല്ലാ കാര്യങ്ങളും ഇനി ബ്രേവ് വൈറ്റിൻ്റെ ബ്രദർ ചെയ്യും. അപ്പോൾ ബ്രേവ് വൈറ്റിൻ്റെ അത്രയ്ക്ക് വരുമോ എന്ന് ചോദിച്ചാൽ അത് നമ്മൾക്ക് കണ്ടറിയേണ്ടി വരും. എന്തായാലും ബ്രേവ് വൈറ്റിൻ്റെ അനിയനായതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ അങ്കിൾ ഹൗഡി സ്റ്റോറി ലൈൻ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് വിശ്വാസമുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം. അങ്കിൾ ഹൗഡി വരുമ്പോൾ വേറെ ലെവൽ സപ്പോർട്ട് നമ്മൾക്ക് കൊടുക്കാം. അങ്കിൾ ഹൗഡി ഡാർക്ക് ക്യാരക്ടറിൽ വന്നാൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമോ എന്ന് വീഡിയോയുടെ താഴെ മറക്കാതെ കമൻറ്റ് ചെയ്യുക.